മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ചില വളർത്തുമൃഗങ്ങൾ തങ്ങളുടെ യജമാനനെ കണ്ടാൽ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. നിലത്ത് കിടന്ന് ഉരുണ്ട് കാണിച്ച് ചുറ്റും തുള്ളിച്ചാടി സന്തോഷം പ്രകടിപ്പിക്കും. യജമാനനെ തിരിച്ചറിയുമ്പോൾ കുമ്പിട്ട് ആരാധിക്കുന്ന മൃഗങ്ങളുമുണ്ട്. പൂർവ്വപിതാവായ ജോസഫ് സ്വപ്നത്തിൽ കാണുകയാണ് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ താണു വണങ്ങി നിൽക്കുന്നത്. എന്നാൽ ഇതാ താരപഥങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക നക്ഷത്രം. ജ്ഞാനികൾ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് ലോകരക്ഷകൻ്റെ നക്ഷത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അനുഗമിക്കുന്നു. അത് രക്ഷകൻ ജനിച്ച കാലിത്തൊഴുത്തിൽ വന്നു നിന്നു. ഒരത്ഭുതവും പ്രവർത്തിക്കാത്ത പൈതലിനെ ആരാധിക്കാൻ ജ്ഞാനികൾക്ക് കഴിഞ്ഞു. നമുക്കും ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന നക്ഷത്രങ്ങളായി മാറാം. ആമേൻ.